ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വെളിപ്പെടുത്തലുകളുമായി ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ അതിഥികൾ കൂടി ഈ വേദിയിൽ ഏതാനും നിമിഷങ്ങൾക്കകം ഇൻഷാ അല്ലാഹ് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നു. അതിനു മുമ്പായി നമ്മുടെ ബഹുമാന്യരായ നേതാക്കളുടെ പ്രഭാഷണങ്ങൾ ആരംഭിക്കുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് SKSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടന നടത്തിയ പ്രക്ഷോഭ സമിതിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാന്യനായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ അവர்களാണ്. അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ കോഴിക്കോട് പാളി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി അവர்களാണ്. തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നു. അതേപോലെ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ബഹുമാന്യനായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, SKSF സ്ഥാപക പ്രസിഡന്റായിരുന്ന ബഹുമാന്യനായ അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ്, അതേപോലെ ഇവിടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ നമ്മുടെ ഈ സമ്മേളനത്തിൽ പ്രാർത്ഥന നടത്തിയ ബഹുമാന്യനായ CSK തങ്ങൾ, അതേപോലെ KKS തങ്ങൾ, അതേപോലെ ഹസൻ സക്കാഫി പൂക്കോട്ടൂർ, പ്രൊഫസർ ഓമാനൂർ മുഹമ്മദ്, സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി KR റഹ്മാൻ ഫൈസി, അതേപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജലീൽ സഖാഫി പുല്ലാര, അതേപോലെ ഇവിടെ വേദിയിൽ ധാരാളം ആളുകളുണ്ട്. സമയം ദൈർഘ്യമായതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല. അതിന് പുറമെ ഈ വിഷയമായി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകളുമായി നമ്മുടെ നേതാക്കന്മാർ, അതേപോലെ ഈ സംഘടനയിലേക്ക് കടന്നു വന്ന നമ്മുടെ പുതുമുഖങ്ങൾ കൂടി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനിരിക്കുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഓൺലൈനിലും ചില ആളുകൾ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ സമ്മേളനത്തിൽ ഒരു പരസ്യം, ഒരു കൃത്യമായ പ്രചാരണം പോലുമില്ലാതെ വാർത്തകളും മറ്റുമൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ച പത്രങ്ങളിൽ പോലും അവരൊക്കെ വാർത്തകൾ മുക്കിയെങ്കിലും നിങ്ങൾക്ക് ആവേശപൂർവ്വം തടിച്ചുകൂടിയിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും സഹപ്രവർത്തകരെയും വളരെയധികം ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷതരം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. വേദിയിലെ സമാദരണീയരായ സാദാത്തുക്കളെ, ആദരവുള്ള ഉലമാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ സുപ്രധാനമായ ചില സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട സമ്മേളന വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിത സഭയായ സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ മഹിതമായ സന്ദേശം മലയാളക്കരയ്ക്ക് നൽകിയ സംഭാവനകൾ അനുഭവിക്കാൻ, അതനുസരിച്ചുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സമാജമായി വളരാനും സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ. സത്യദീനിന്റെ യഥാർത്ഥമായ ആ ഒരു അന്തരീക്ഷം ലോകത്ത് നിലനിൽക്കുന്ന അപൂർവം പ്രദേശങ്ങളിൽ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ കൊച്ചു മലയാളക്കര എന്നത് യാഥാർത്ഥ്യം. ഇസ്ലാമിന്റെ തനതായ രൂപം ഏറെക്കുറെ പൂർണ്ണമായ വിധത്തിൽ തന്നെ ഇസ്ലാമികമായ അന്തരീക്ഷം അച്ചടക്കം പാലിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഇസ്ലാമിക സമാജത്തിലെയും അനാവശ്യമായ വിവാദങ്ങളും കുഴപ്പങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ ഉണ്ടാക്കി ഈ പ്രസ്ഥാനത്തെയും
ഈ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെയും വഴിതടയാൻ ആഗ്രഹിക്കുന്ന ചില ദുഷ്ടശക്തികൾ ആരുടെയോ അച്ചാരം വാങ്ങി വളരെ ആസൂത്രിതമായി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് സമീപകാല സംഭവങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ വളർച്ചയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം യഥാർത്ഥമായ ആത്മീയതയാണ്. ആ യഥാർത്ഥമായ ആത്മീയതയെ അതിൻ്റേതായ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ സംസ്ഥല ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് സാധ്യമായതുകൊണ്ടാണ് ലോകത്തൊരിടത്തും ഇല്ലാത്ത വിധത്തിലുള്ള ഇസ്ലാമികമായ ചൈതന്യം നമ്മുടെ നാടിന് ലഭ്യമായത്. എന്നാൽ ഈ ആത്മീയതയെ ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക കാര്യ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ചില പ്രസ്ഥാനങ്ങളും ചില ആളുകളുമൊക്കെ നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ആത്മീയ അന്തരീക്ഷത്തെ പൊതുസമൂഹത്തിനിടയിൽ വിമലമാക്കാൻ വളരെ ആസൂത്രിതമായി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വേദനാജനകമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ കേരളീയ മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോകുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കിയ പോലെ അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലും വിൽപ്പന ചരക്കാക്കി മാറ്റിക്കഴിഞ്ഞു എന്ന ദുരവസ്ഥ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സ്നേഹിക്കുന്നവരെ മുഴുവനും വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ അധികകാലം ഈ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് അതിന് നേതൃത്വം നൽകുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കും അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ശുഭോദർശമായി നമ്മൾ കാണുന്ന വലിയൊരു കാര്യം. ആ കൂടാരം വിട്ടുകൊണ്ട്, ആ പ്രസ്ഥാനം വിട്ടുകൊണ്ട് നിരവധി പ്രവർത്തകന്മാർ, നേതാക്കൾ, പ്രഭാഷകന്മാർ, എഴുത്തുകാർ എന്ന് തുടങ്ങിയ പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന ധാരാളം പ്രവർത്തകർ സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നുവരുന്ന, കാന്തപുരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കടന്നുവരുന്ന അതിസന്തോഷകരമായ സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 1989 നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ സമുദായത്തിനകത്ത് മഹല്ലത്തുകളിൽ കുഴപ്പമുണ്ടാക്കി നമ്മൾ ഒന്നിച്ചു നിന്നിരുന്ന പല മഹല്ലുകളിലും ഭിന്നിപ്പിച്ചുകൊണ്ട്, ഒന്നിച്ചു നടന്നിരുന്ന പള്ളികളിൽ ചുമര് വെച്ചുകൊണ്ട് രണ്ടാക്കി വീതിച്ചുകൊണ്ട് പള്ളിയുള്ളയിടത്ത് മറ്റൊരു പള്ളി ഉണ്ടാക്കി നമ്മുടെ സമുദായത്തിനകത്ത് ശൈഥില്യ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ആരുടെയോ ആചാരം വാങ്ങി സമഗ്ര മഹാപ്രസ്ഥാനത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിയ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം നടത്തിയ കുൽസിതമായ ശ്രമം 1989 മുതൽ 10-24 വർഷമായി നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആത്മീയതയെ ഉലപ്പൽ കണക്കാക്കി എന്ന് മാത്രമല്ല, നാട്ടിൽ നടക്കുന്ന എന്തെല്ലാം അഴിമതികളുണ്ടോ, എന്തെല്ലാം തട്ടിപ്പുകളുണ്ടോ, ആ തട്ടിപ്പുകളിലൊക്കെയും ഒരു പങ്കാളി ചോദിച്ചാൽ അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് പറയാവുന്ന വിധത്തിൽ നാട്ടിലെ എല്ലാവിധ തട്ടിപ്പുകളിലെയും വെട്ടിപ്പുകളിലെയും സ്ഥിരമായി എണ്ണുന്ന ഒരു വ്യക്തിയായി പോലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തി മാറിക്കഴിഞ്ഞു. അദ്ദേഹം പ്രസ്ഥാനമാർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ ഇക്കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സജീവമായ ചർച്ച വന്ന ഇരുമ്പയിരിന്റെ ഖനനത്തിന്റെ വിഷയത്തിൽ പോലും കാന്തപുരത്തിന്റെ പേരിൽ പത്രങ്ങളിൽ വായിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ നായകനും അദ്ദേഹവും എത്തിപ്പെട്ട ദയനീയമായ സ്ഥിതി എത്രമാത്രം അപകടകരമായ തലത്തിലേക്കാണ് എത്തിച്ചേർന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. ഇരുമ്പയിര് ഖനനത്തിന് വേണ്ടി പണം മുടക്കി ഇരുമ്പയിര് ഈ പറഞ്ഞ മലയോര പ്രദേശങ്ങളിലെ ഭൂമി ആ മണ്ണെടുത്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് വിദേശ കമ്പനിക്ക് വേണ്ടി അങ്ങ് മറ്റൊരു കമ്പനിക്ക് വേണ്ടി ഇരുമ്പയിരുണ്ടാക്കുന്നതിന് വേണ്ടി ഭൂമി വിലക്കെടുത്തുകൊണ്ട് നടത്താൻ നമ്മുടെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിൽ, ആ തട്ടിപ്പിൽ പോലും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ പത്രങ്ങളിൽ
വായിച്ചു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തിയുടെ പേര് നാം വായിക്കുകയാണ്. എന്തുമാത്രം മതപഠനത്തിന്റെ ആഴത്തിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. വളരെ കൃത്യമായി ഈ സംഭവം നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുകയാണ്. അപ്പൊ നാട്ടിൽ നടക്കുന്ന എന്തെല്ലാം തെമ്മാടിത്തമുണ്ടോ